സഫലമീ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് അജ്മാനിലാണ്. അജ്മാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അൽ ജർഫ് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വഴിയോട് തന്നെ കാണാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് തഷ്കീൽ ബിസിനസ്മെൻ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് എല്ലാവിധ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥാപനം തന്നെയാണ്. ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള നൗഫൽക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ അതിഥി. 2010 ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ UAE പ്രവാസ ജീവിതം. അതിനു മുന്നേ സൗദിയിൽ 2008 അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷത്തെ പ്രയാസങ്ങളും സ്ട്രഗിൾസും ഒക്കെ താണ്ടിയാണ് അദ്ദേഹം ഇന്ന് ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ട് മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേട്ടറിയാം. ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നൗഫൽക്കയെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇവിടെ മേജറായിട്ടുള്ള സർവീസസ്? ഇപ്പോൾ ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള ലൈസൻസ് മുതൽ വിസ കാര്യങ്ങൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ മറ്റെന്തൊക്കെ സർവീസസ് ആണ്? ഫാമിലി വിസ, കമ്പനികൾക്ക് അവരുടെ വിസ കാര്യങ്ങൾ, പിന്നെ റിന്യൂവൽ, വിസിറ്റിംഗ് വിസ. അപ്പോൾ ഈവൻ എമിറേറ്റ്സ് ID രജിസ്ട്രേഷൻ കൂടെ ഇവിടെ? എമിറേറ്റ്സ് ID ഓൾറെഡി ഈ വിസയുടെ ഭാഗമായിട്ട് പെട്ടതാണ്. 4 വർഷമായിട്ടാണ് സാർ ഈ സ്ഥാപനത്തിൽ? ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 4 വർഷമായി. ഞാനിവിടെ ജോലിക്ക് കയറിയതായിരുന്നു, ഒരു PR ആയിട്ട്. സ്റ്റാർട്ടിങ്ങിലായിരുന്നു, അപ്പോൾ പ്രോഫിറ്റിൽ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രോഫിറ്റിൽ എത്തിച്ചു. ആ സമയത്ത് ഞാനത് നടത്തിപ്പിന് വാങ്ങിച്ചു, മന്ത്ലി വാടകയ്ക്ക്. അവർ 3 മാസം നടത്തി. കോൺഫിഡൻറ്റ് പോരായിരുന്നു, കാരണം അത്രയും റെൻറ്റ് കൊടുത്തിട്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ, പോവാണെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കൊടുക്കുകയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോണം. അപ്പോൾ എന്നെ ഞാനാക്കിയ ഒരു സ്ഥാപനം, എന്നെ ഈ ഫീൽഡിലേക്ക് എത്തിച്ച ഒരു സ്ഥാപനം ഞാനിപ്പോൾ വേറെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരിത് ഉള്ളത് കൊണ്ട് മുമ്പോട്ട് സക്സസ് ആവാൻ പറ്റില്ല. നമ്മളൊരാൾക്ക് നമ്മളാക്കിയ ഒരാളെ ചതിച്ചു കൊണ്ടിട്ട് വേറെ തുടങ്ങിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അങ്ങനെ തുടങ്ങിയതായിരുന്നു. എത്ര സ്റ്റാഫ്സ് ഉണ്ട് സാർ ഇവിടെ? ഇവിടെ 4 ആളുള്ളത്. ഇങ്ങനെ ഒരു ബിസിനസ് ഓണർ ആയതിനു ശേഷവും ആ ഒരു വർക്ക് വേറെ ആരെയും ഏൽപ്പിക്കാതെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്? ഇല്ല, അത് പക്ഷെ ഫൈനലി ഞാൻ എത്തിപ്പെട്ട എവിടെയാണെങ്കിലും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ തന്നെ അത് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു മേഖലയിൽ എത്തിയത് അല്ലേ? 2008 തുടങ്ങുന്ന പ്രവാസ ജീവിതം കണ്ണൂരിൽ നിന്ന്. 2008 ഞാൻ സൗദിയിലേക്കാണ് പോയത്. ആളില്ലാത്തൊരു പ്രദേശമാണ്. 3 ദിവസം മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ. 3 പേർക്കുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ജോലി ഇവിടെ അല്ല. അപ്പോൾ തന്നെ ഞാനൊന്ന് പകച്ചു. ദൂരെ എന്ന് പറയുമ്പോൾ മരുഭൂമിയിലാണ്. ശരിക്കും ഞെട്ടി. എന്തായാലും വന്നു പെട്ടു. കാരണം നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ കറണ്ടും AC ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇറങ്ങുന്നത് തന്നെ മെയ് മാസം, ആ ഏറ്റവും ചൂടുള്ള ആ ടൈമിനായിരുന്നു. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വെറും മണൽ മാത്രം കാണാം. അങ്ങനെ അവിടെ ഒരു 2 മാസത്തോളം സ്ട്രഗിൾ ചെയ്ത്. കണ്ടെയ്നറുണ്ട്, ആ കണ്ടെയ്നറിനെ കൊണ്ട് ഷെഡ് ഉണ്ടാക്കിയതാണ്. ചൂടാകുമ്പോൾ ഈ കണ്ടെയ്നർ പിഴക്കുമല്ലോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അറബികൾ വരും, അവർ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നൊരു സ്ഥലമാണ്. അവിടെ വരും, അവിടെ ആട്, ഒട്ടകം എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ അറുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി അവർ എൻജോയ് ചെയ്തിട്ട് അവരങ്ങ് പോകും. നമ്മൾ പിന്നെ അവർ വരുമ്പോൾ കുബൂസ് കൊണ്ടുവരും. അത് പിന്നെ അവർ അടുത്ത വരുത്ത് വരെ ആ കുബൂസ് തന്നെ ഇങ്ങനെ മറ്റേ ആടിന് ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇറക്കാനും അത് കൊടുക്കാനും ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി, അവിടെ ഒരു സുഡാനി ഉണ്ടായിരുന്നു, ആൾക്ക് അറബി. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഹിന്ദി എനിക്കറിയാം. ഹിന്ദിക്കാരനോട് ചോദിച്ചിട്ട് ഈ അറബിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ സുഡാനിയായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് അറബി അത്യാവശ്യം പഠിച്ചു. അങ്ങനെ 2 മാസം ശരിക്കും ജയിലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. അത്രക്കില്ല. ആ 2 മാസത്തിന് ശേഷം എന്നെ അവിടത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഞാൻ അറബിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ, അപ്പോൾ ഞാനതിൽ ആ കിച്ചൻ്റെ പണി കഴിഞ്ഞാലാണ് എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. രാവിലെ അറബിയുടെ വീട്ടിൽ വരും, ഡ്രൈവേഴ്സിന് താമസിക്കുന്നു, അവിടെ താമസിക്കും, അവിടെ നിൽക്കും. രാവിലെ വന്നിട്ട് അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് വരാം. അവിടെ ഞാൻ കിടന്നുറങ്ങും. വൈകുന്നേരം ചായ കൊണ്ടുവരും, അങ്ങനെ ചായ പിടിക്കും, സിനിമ ഉണ്ട്, രാത്രിയാകുമ്പോൾ പോകും. പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ വല്ലാതെ ഇത് ഇവരെ ഇടങ്ങാറാക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നീ വീണ്ടും അവിടുത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞാൽ ശരിയാണ്, ഞാൻ ലേബറിൽ പോകും. സൈകെട്ട് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്ത്, ഞാനല്ല കേട്ടോ കൊടുത്ത്, അവരാണ് കൊടുത്തത്. അവർ കൊടുത്തിട്ട്
ക്യാൻസൽ ചെയ്തു. ഇതെല്ലാം അടുത്തിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് പ്രവാസ ജീവിതം ചൂസ് ചെയ്യാൻ കാരണം? ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രവാസം സ്റ്റാർട്ട് ചെയ്തില്ല. നാട്ടിൽ കണ്ണൂർ ഒരു ബാഗ് ഉണ്ടാക്കുന്ന ട്രോളിയും ബാഗൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങി. നമ്മൾ പാർട്ട്ണറായി വെച്ച ആൾ നമ്മളെ പാർട്ട്ണറായിട്ട് കൂട്ടിയതാണ്. പൈസ ഒന്നും ഇറക്കിയിട്ടില്ല. നമ്മുടെ പൈസക്ക് വലിയ ഓഫീസ് കാര്യങ്ങൾ അനാവശ്യമായിട്ട് കുറേ ചിലവാക്കി. ഉദ്ഘാടനത്തിൻ്റെ തലേന്നാണ് ഞാൻ കണക്കൂട്ടിയാകും. നമ്മുടെ പൈസ തന്നെ ഫുൾ ഇറങ്ങിയിട്ടില്ല. നമുക്ക് പാർട്ട്ണർഷിപ്പ് ഇവിടെ നടത്തുന്നതിൻ്റെ പൈസ ഒന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ബിസിനസ് വിട്ടില്ല, അയാൾ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ കല്യാണം കഴിക്കുന്നത്. അന്ന് ആ സമയത്ത് ആ കമ്പനി ഉള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. 5-6 മാസം നാട്ടിൽ നിന്നു. അതിനുശേഷം ഫുജേറയിലേക്ക് വന്നു. ഫുജേറയിലേക്ക് എക്സാക്റ്റ് എവിടെയായിരുന്നു? എന്തായിരുന്നു ഫസ്റ്റ് ജോബ്? ഫുജേറയിൽ കസിൻ്റെ ഒരു ഷോപ്പ് തന്നെയായിരുന്നു. അവിടെ കോസ്മെറ്റിക്സും അറബിക്സിൻ്റെ ഒരു ഡ്രസ്സുണ്ട്, ജല്ലാബി എന്ന് പറഞ്ഞിട്ട്, ആ ഡ്രസ്സും വിൽക്കുന്ന ഒരു കടയായിരുന്നു. ഉണ്ടായിരുന്നു. ഫാദർ ബിസിനസ് തന്നെയായിരുന്നു, ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് പഠിച്ചു. റസാഖ്. നാട്ടിൽ തന്നെ ഹോട്ടലായിരുന്നു? നാട്ടിലല്ല, ബെല്ലാരിയിലായിരുന്നു. ഞാനും പോയിട്ടുണ്ട്. പെങ്ങന്മാരുണ്ട്, 3 പെങ്ങന്മാരുണ്ട്, ഒരു ജ്യേഷ്ഠനുണ്ട്, ഒരു അനിയനുണ്ട്. അവരൊക്കെ പേരെന്താ? മൂത്താള് നൗഷാദ്, പിന്നെ ഉള്ളത് രണ്ടാമത് അനിയൻ ഷാഫി എന്ന് പറഞ്ഞിട്ടാണ്. 3 പെങ്ങളുണ്ട്. അതിൽ 2 ആൾ നാട്ടിൽ തന്നെയാണ്. ഒരാൾ കണ്ണവും മുസൈബ എന്ന പേര്, ഒരാൾ ശിവൂർ നൗഫിർ എന്ന, പിന്നെ ഒരാൾ മിസ്രിയ, ആൾ ഇവിടെ തന്നെയാണ്. ഉമ്മയുടെ പേരെന്താണ്? ഉമ്മയുടെ പേര് ആയിഷ. ആയിഷ. ഉമ്മയുടെ പ്രാർത്ഥനയും എന്നെക്കാളും കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. കുടുംബത്തിലെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനേൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. 4-5 മക്കളെ ഉപ്പാടെ മരണശേഷവും ഉമ്മയാണ് നോക്കി കൊണ്ടുവന്നത്. ആ, ഉമ്മ നോക്കി. നമ്മൾ കുറച്ച് വലുതായിരുന്നു, ജോലിക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. നമ്മൾ തന്നെ ഈ ഒരു ജേണി, ആ ഒരു ജേണി എങ്ങനെ, യു എയിലെ ആ ഒരു ജേണിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? യു എയിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞില്ല, ഫുജേറ കോസ്മെറ്റിക് ഷോപ്പിലാണ്. അവിടുന്ന് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. മെയിനായിട്ട് യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസും ലാംഗ്വേജും. ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യും, പിന്നെ അറബിക്കും. വളരെ നന്നായിട്ട്. ആ സൗദിയിലെ എക്സ്പീരിയൻസ് ആണ്, അതൊരു പരീക്ഷണം തന്നെയായിരുന്നു. അത് നല്ലതിന് വേണ്ടി തന്നെ ഞാനിപ്പം വിശ്വസിക്കുന്നത്. കാരണം അന്ന് അറബി പഠിച്ചത് കൊണ്ടാണ് ഞാൻ ആ കോസ്മെറ്റിക് ഷോപ്പിലേക്ക് തന്നെ വിളിക്കാനും കാരണം അറബി അറിയാമെന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം കോസ്മെറ്റിക് ഷോപ്പിൽ നിന്ന് ലൈസൻസ് എടുത്തു. അപ്പോൾ അവരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ അൽബയ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വെള്ളത്തിൻ്റെ ഡ്രൈവറായിട്ട് വരും. ലൈസൻസ് തിരിച്ചു കിട്ടിയായിരുന്നു അപ്പോഴേക്കും? ഇല്ല, ലൈസൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി കിട്ടുമല്ലോ. ക്യാമ്പ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രവാസി, നമ്മൾ പറയുന്ന പ്രവാസി എന്ന് പറഞ്ഞാൽ ക്യാമ്പിലൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ പല രാത്രി ഇരുന്ന് കരഞ്ഞു വിട്ടുന്നത്, മുട്ടൻ്റെ കടി കൊണ്ട് ഉറങ്ങാനും പറ്റില്ല. രാവിലെ ഇത് ഹാർഡ് വർക്കായിട്ടുള്ള ജോലിയാണ്. അങ്ങനെയാണ് അത് അവിടുന്ന് ഞാൻ വിട്ടു. എന്തുകൊണ്ട് ആ വെള്ളത്തിൻ്റെ പരിപാടി എനിക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടാന്നുള്ളൊരു പ്ലാനിങ്ങിലായി. അങ്ങനെ ഒരു വേറൊരു കമ്പനിയിൽ, ദജില എന്ന് പറഞ്ഞ കമ്പനിയിൽ സ്വന്തമായിട്ട് വണ്ടി ഇട്ടു. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് വെള്ളം വാങ്ങിയിട്ട് കുറഞ്ഞ പൈസക്ക് വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കും. അങ്ങനെ അതും ഒരു കൊല്ലത്തിൻ്റെ മേലെ പോയി. അപ്പോഴാണ് ഞാൻ ഷാർജയിലൊരു ഹോട്ടൽ തുടങ്ങുന്നത്. അതെൻ്റെ നാട്ടിൽ നിന്ന് 2 ഫ്രണ്ട്സ് വന്നായിരുന്നു. അവർക്ക് വേണ്ടി നോക്കിയതാണ്. ഹോട്ടൽ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കത് നഷ്ടം വരും എന്നുള്ള പേടി കൊണ്ട് അവർ 2 ആളും പിന്മാറി. പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു. പക്ഷെ ഞാൻ എന്തായാലും ഇറങ്ങിയല്ലോ, നീ 2-1 ഞാൻ ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ ഞാനതവിടെ തന്നെ പിടിച്ചിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി 1 വർഷം കൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. നടത്തിപ്പിനടുത്തായിരുന്നു. ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിൽ അതൊക്കെ പ്രയാസമുള്ള നല്ല പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഏറ്റവും ചൂടിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്തൊക്കെ നോമ്പ്. വീണ്ടും നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയിട്ടാണ് ബാംഗ്ലൂർ ഷോപ്പ് തുടങ്ങുന്നത്, ഫാൻസി സ്റ്റേഷനറി. അത് തുടങ്ങി ഒന്ന് ക്ലിക്കായി വരുമ്പോൾ കൊറോണ വന്നു. അങ്ങനെ അതും പൂട്ടേണ്ടി വന്നു. വീണ്ടും യു എയിലേക്ക് വരുന്നത് 2022 വിസിറ്റിങ്ങിനായിരുന്നു വരുന്നത്. ജ്യേഷ്ഠൻ റാസൽ ഗൈമേലുണ്ട്. അങ്ങനെ പല ജോലി അന്വേഷിച്ച് ലാസ്റ്റ് ഡ്രൈവിംഗ് പണി തന്നെ കിട്ടി. കടകളിലേക്കുള്ള സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തിട്ട് ഒരു വണ്ടിക്കാരെ ഏൽപ്പിക്കും. നമ്മൾ വൈകുന്നേരം പോയി അവിടെ ഓരോ കടയിൽ നിന്നുള്ളതും ലോഡ് ചെയ്ത് തിരിച്ച് റാസൽ കൈമയിലേക്ക് എത്തുമ്പോൾ രാത്രി 1 മണി 2 മണിയൊക്കെ. വരുന്ന വഴിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. വരുന്ന വഴിക്ക് വീണ്ടും രാവിലെ എണീറ്റ് പോകണം. 8 മണിക്ക് വീണ്ടും എണീറ്റ് പോകണം.
അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആൾ പോയി എൻ്റെ ജോലി അവിടുത്തെ 2 മാസത്തിൽ കയറിയത്. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി എന്തായാലും ഒരു ബിസിനസ് നോക്കണ്ട, ഞാൻ പറയുന്നത് ഇതുവരെ നീ കേട്ടില്ല, ഇനി കേൾക്ക്, ഇനി ഒരു പണിക്ക് കയറിയാൽ മതി. ഞാൻ ആയിക്കോട്ടെ, ഇനി അങ്ങനെ ചെയ്യാം, പണിക്ക് കയറാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു നമ്പർ എൻ്റെ അളിയൻ എനിക്കിട്ടത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ധൃതി കൂടുതലാണ്, കട്ട് ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ വിളിച്ചു, ഇന്ന് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഇന്ന് 2 മണിക്കുള്ളിൽ വരികയാണെങ്കിൽ ചെയ്യാൻ. റാസൽ കൈമെന്ന് ഞാൻ ഓടിപ്പിടിച്ച് വന്നു. പോകുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു ഇൻസൈഡൊക്കെ ആക്കി ടൈയൊക്കെ കെട്ടിയിട്ട് ഒരു ഫയലൊക്കെ ആയിട്ട് പോകാതെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്. പോയി അവിടെ വെയിറ്റ് ചെയ്തു. ആൾ വന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചു. നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഭാഷ അറിയുമെന്ന് ചോദിച്ചു. തിങ്കളാഴ്ച തൊട്ട് ജോയിൻ ചെയ്തു. സലീംകുമാർ പറഞ്ഞ പോലെ ഇയാൾക്ക് വട്ടായതാളെ എനിക്ക് വട്ടായതാളെന്നുള്ളൊരു ഇതിൻ്റെ അകത്തായിരുന്നു. ഏകദേശം 2 മാസത്തോളം എന്നെ ഒരു വണ്ടിയും ചാവിയും തന്ന് ഷോപ്പും കാണിച്ചു തന്ന ബന്ധം മാത്രം. ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ഞാൻ ആഗ്രഹിക്കുന്നൊരു ഫീൽഡാണ്, പ്രത്യേകിച്ച് അർഹതയില്ലാതെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും സക്സസ് ആക്കിയെടുക്കണം. അങ്ങനെ 2 മാസം കൊണ്ട് പ്രോഫിറ്റിൽ ആയി. അന്ന് എൻ്റെ കൂടെ ഉള്ള ആൾ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു. ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളും നേരിടാനുള്ളൊരു മനക്കരുത്ത് എവിടെ നിന്നാണ് സാർ? കളിയാക്കൽ ഒരുപാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയാത്തൊന്നുമില്ല. ഇന്ന് ഈ അജ്മാനിൽ അത്യാവശ്യം ലൈസൻസ് ബിസിനസ് സെറ്റപ്പ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന പലരും എന്നെക്കാളും സീനിയോറിറ്റി ഉള്ള ആൾക്കാർ എന്നോട് വന്നിട്ട് സംശയം ചോദിക്കാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ്. എന്നെ പഠിപ്പിച്ചതെന്ന് എൻ്റെ പഴയ മുതലാളി, ആളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് റിയാദ് എന്നാണ്. ഇവിടെ മനാമ ബിസിനസ്മാൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് അജ്മാനിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ സാറിൻ്റെ ബിസിനസ് കാർഡിൽ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്, സ്മാർട്ട് വർക്ക് ഈസ് എ വേ ടു സക്സസ്. എങ്കിലും നമ്മൾ ആ ഒരു കഠിനാധ്വാനം ഇല്ലാതെ, ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു സ്മാർട്ട് വർക്ക് നടക്കില്ല. ഈ വർക്കിൽ ഒരുപാട് ചീറ്റിങ് ചെയ്യാനും പറ്റും. സത്യസന്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട്ട് ഒരിക്കലും പോകില്ല. ഒരു കംപ്ലീറ്റ് കൺസൾട്ടേഷനും കൊടുക്കാറുണ്ട്. അവർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്ര വർഷമായിട്ട് സാർ ഇപ്പോൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ സാറിൻ്റെ ഒരു വിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞാൻ ഇതുമായിട്ട് തന്നെ ബ്രാഞ്ചുകളായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ പിന്നെ ഒരു കൺസൾട്ടൻസി കൂടെ, നാട്ടിൽ നിന്ന് ജോബ് ആവശ്യമുള്ളവർക്ക് വന്നിട്ട് ജോബ് ഇവിടെ സെറ്റായി കൊടുക്കുന്ന ആ ഒരു കൺസൾട്ടൻസി പ്ലാനിങ്ങും ഉണ്ട്. അതേപോലെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ ഈ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്ത ചലഞ്ചസിലായാലും സ്ട്രഗിൾസിലായാലും ഏറ്റവും കൂടുതൽ കൂടുന്നത് വൈഫും തന്നെയാണ്, മക്കളൊക്കെ തന്നെയാണ്. ഇല്ലായ്മയിലും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ പേരെന്താണ്? ഷഫീറാണ്. മൂത്ത മകൻ നജാദ്, അവൻ 10ാം ക്ലാസ്സിലാണ്. അവൻ നാട്ടിൽ പഠിക്കുന്ന ഇഷ്ടമെന്നുണ്ട്, ഇപ്പം നാട്ടിലാണുള്ളത്. 2ാമത്തെ ആൾ ഷാസിൻ, 3ാമത്തെ ആൾ ആദം, 3ാമത്തെ ആൾക്ക് 1.5 വയസ്സായിട്ടുണ്ട്. 2ാമത്തെ ആൾ 7ാം ക്ലാസ് പഠിക്കും. അവർ നാട്ടിലായിരുന്നു സാറിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു വർഷങ്ങളോളം? അവരിവിടെ വന്നിട്ട് ഇവിടെ വുഡ്ലം പാർക്ക് സ്കൂളിൽ ആയിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്. 2022 തന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സക്സസ് ആയപ്പോൾ തന്നെ അവരിങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം. എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ കൂടെ തന്നെ ഞാൻ ഉമ്മനെ കൊണ്ടുവന്നു. അവളാദ്യം കൊണ്ടുവന്നില്ല, ഒന്നിച്ചെന്നെ ഉമ്മയും വേണമെന്നുള്ള എൻ്റെ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാനെയും കൂടി കൊണ്ടുവരാൻ പറ്റി. ഉമ്മനെ അവിടെ നാട്ടിൽ ഒറ്റപ്പെടുത്തുണ്ടാക്കും, ഇവിടെ തന്നെ ചേർത്ത് പിടിക്കുക. പക്ഷെ ഉമ്മാക്ക് ഇവിടെ നിൽക്കൂല. 2 മാസം വിസിറ്റിംഗ് എടുത്ത് 1 മാസം കൊണ്ട് തന്നെ പോവുകയും ചെയ്തു മതി എന്നിട്ട്. ജീവിതത്തിൽ ആ 2 സ്ത്രീകളുടെ ഒരു പ്രസൻസ് എന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യങ് ഓണ്ടർപ്രണേഴ്സിന് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്, പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ്മാൻ സർവീസ് കമ്പനി നടത്തുന്നതുകൊണ്ട് തന്നെ? കോൺഫിഡൻസ്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ ഒരു മതിപ്പുണ്ടാവും. ദൈവം എല്ലാവരെയും ഒരേപോലെ തന്നെ സൃഷ്ടിച്ചത്. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. സെൽഫ് കോൺഫിഡൻസ് ആദ്യമാണ്. ലാംഗ്വേജ് ഒരു വലിയൊരു കാര്യം തന്നെ, അത് പ്രത്യേകം പഠിച്ചെടുക്കാൻ നോക്കുക. മാതാപിതാക്കൾ, ഒരു വൈഫ് വന്നാലും ആര് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സീറ്റ് അവിടെ തന്നെ വയ്ക്കുക, അവരെ നന്നായി നോക്കുക. അവരുടെ പ്രാർത്ഥനയാണ് നമ്മൾ സക്സസ്.
തീർച്ചയായും അവരെ പ്രാർത്ഥന ഇല്ലാണ്ട് നമുക്ക് എവിടെ എത്താൻ. അവരെ ചവിട്ടി താഴ്ത്തിയിട്ട് നമ്മൾ എവിടെ എത്തൂല. നമ്മൾ ഇസ്ലാം പറയുന്നത് അവരുടെ കാലിൻ്റെ, മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ താക്കോലുള്ളത് ഫാദറിൻ്റെ കയ്യിലാണ്. അതെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് സർ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നവർക്ക് പ്രത്യേകിച്ച്? തീർച്ചയായും അജ്മാനെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം ലൈസൻസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് 2-3 ദിവസം കൊണ്ട് നമുക്ക് ലൈസൻസ് എടുത്തു കൊടുക്കാൻ പറ്റാറുണ്ട്. വളരെ സപ്പോർട്ടിങ് ആണ് ഇവരുടെ. എല്ലാവരും വെൽക്കം ചെയ്യാൻ പറ്റുന്ന ഒരു നാട് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റി തീർച്ചയായും ഞാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പണിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളൂ എനിക്ക്, പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളൂ എനിക്ക്. 100 വഴികളുണ്ട് ഇവിടെ UAE എത്തിക്കഴിഞ്ഞാൽ. വളരെ സന്തോഷം സാർ. ഈ ഇത്രയും നേരം നമ്മളിവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്കൾക്കും കുടുംബത്തിനും ഈ സ്ഥാപനത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിസ്റ്റർ നൗഫലിൻ്റെ ജീവിത കഥകൾ, അധ്യായങ്ങൾ നമുക്ക് ഒരു പാഠം തന്നെയാണ് തീർച്ചയായിട്ടും. എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്തും അത് ധൈര്യപൂർവ്വം കോൺഫിഡൻസോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമുക്ക് വീഴ്ചകൾ ഉണ്ടാവും ജീവിതത്തിൽ, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെപ്പറ്റി അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളെപ്പറ്റി ഒരു മതിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അത് UAE എന്നല്ല, ഏതൊരു രാജ്യത്താണെങ്കിലും. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പ്രവാസിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കേണ്ട അനിവാര്യതയുണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് എന്നും നമ്മുടെ ഒരു വിജയത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളാരും നിങ്ങളുടെ മാതാപിതാക്കളെ കൈവിടാതിരിക്കുക. നിങ്ങളുടെ വിജയത്തിൽ അവരെയും കൂട്ടിച്ചേർക്കുക. ഇത്രയും നേരം നമ്മുടെ കൂടെ അദ്ദേഹം ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. വളരെ ഹ്യൂമർ സെൻസുള്ള, അതുപോലെ തന്നെ ചുറുചുറുക്കുള്ളൊരു യങ് ഓണ്ടർപ്രണറാണ് അദ്ദേഹം. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.